സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ എപ്പോഴത്തെ രാവിലെ നമ്മുടെ റെയിലേക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഫുഡ് ഇട്ട് നമ്മൾ പുറത്ത് പോയി നമ്മുടെ ടാങ്ക് നോക്കുമ്പോൾ കണ്ടില്ല നമ്മുടെ മിൽക്കി കാർപ്പ് കണ്ടില്ല അവശനെ പൊങ്ങി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഫിൽറ്ററിന്റെ ഡപ്പ തുറന്നപ്പോൾ ഫുള്ള് കൂത്താടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒട്ടും സമയം പാഴാക്കാണ് നമ്മുടെ ഫിൽറ്ററിന്റെ വെള്ളമൊക്കെ ആണ് പുറത്ത്, ഫിൽറ്ററത്തെ അല്ല നമ്മുടെ ടാങ്കിന്റെ വെള്ളമൊക്കെ പുറത്താക്കിയത് കണ്ടില്ല. നമ്മുടെ സ്ക്രബൊക്കെ എടുത്ത് മാറ്റി വെച്ചോട്ടോ. ഭയങ്കര ചളി കറിയുണ്ട് കേട്ടോ ഗൈസ്. ഇതാട്ടോ നമ്മുടെ ഉള്ളിലത്തെ ഏകദേശം അവസ്ഥ. ഭയങ്കര ചളിയാണ്. മീൻസ് അതിനർത്ഥം എന്താ വെച്ചാൽ നമ്മുടെ പ്രൊജക്ട് എന്തായാലും സക്സസ്ഫുൾ ആട്ടോ. ടാങ്ക് ഇത്രയും ചളി വലിച്ചെടുത്തോണ്ടല്ലേ നമ്മുടെ ഫിൽറ്ററിന്റെ ഡപ്പന്റെ ഉള്ളിൽ ഇത്രയും ചളിയൊക്കെ വരാൻ കാരണം. സോ എങ്ങനെ നോക്കിയാൽ നമ്മുടെ സക്സസ് ആട്ടെ ഈ സംഭവം. നമ്മൾ എന്നിട്ട് കണ്ടില്ലേ വെള്ളം അടിച്ച് ഫുള്ള് ഉള്ളിലത്തെ ചളിയൊക്കെ പുറത്തിറക്കാട്ടത്. ഉള്ളിൽ നല്ല രീതിക്ക് പ്രഷർ അടിക്കുമ്പോൾ ചളിയൊക്കെ പൊങ്ങി വരും. സോ എന്നിട്ട് നമ്മൾ ഇത് ഈ പൈപ്പിൽ കൂടെ പുറത്താക്കിട്ട. എന്നിട്ട് ഏകദേശം ഇത് കണ്ടില്ല ലാസ്റ്റ് ഇത് ഏകദേശം ഇങ്ങനെയൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ സ്ക്രബ് സ്പോഞ്ച് ഒക്കെ ഇട്ട് നമ്മൾ തിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കണ്ടില്ല 80% വെള്ളം നമ്മുടെ ടാങ്കത്ത് കുറച്ചു കിട്ടാം. നമ്മളെപ്പോഴും ഒരിക്കലും 100% കുറയ്ക്കാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസും എന്തെങ്കിലുമൊക്കെ വന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ കണ്ടില്ല ഇനി കൂത്താടി കയറാണ്ടിരിക്കും ഉള്ളിൽ നമ്മളൊരു ഗ്രീൻ നെറ്റിന്റെ ചെറിയ പീസ് ആയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫിൽറ്ററും വാട്ടറൊക്കെ എല്ലാം തിരിച്ചെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പഴയ പോലെ തന്നെ. പിന്നെ 3K സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഗിവ് അവേ ഒക്കെ എല്ലാം അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇന്നേക്ക് എത്രയേ ഉള്ളൂ. ബൈ.